നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് രോഗാണുബാധയും അതിനു മൂലമുണ്ടാകുന്ന സന്ധിവാതങ്ങളെയും കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഏസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റായ ഡോക്ടർ പി അനൂഫ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, സാധാരണ ഈ അണുബാധ എന്നൊക്കെ പറയുമ്പോൾ മഴക്കാലത്താണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്തവണ മഴയ്ക്ക് മുൻപ് തന്നെ പല പനികളും പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ശരീരത്തിലേക്ക് അണുബാധ ഉണ്ടാകുന്നത്? അണുബാധ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് പല റൂട്ട്സ് ഓഫ് ഇൻഫെക്ഷനാണ്. റൂട്ട്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം അത് ശരീരത്തിലോട്ട് കടക്കുന്നത് പല റൂട്ടിലൂടെയാണ്. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് സാധാരണയായിട്ട് ഇൻഫെക്ഷൻസ് നമ്മൾ ശരീരത്തിലോട്ട് കടക്കുന്നതിൻ്റെ കാരണങ്ങൾ ഒന്ന് എയർബോൺ. മോസ്റ്റ് കോമൺ ആയിട്ട് ഉള്ള ഇൻഫെക്ഷൻ ഇൻഫ്ലുവൻസ, അതായത് ഫ്ലൂ, കോമൺ കോൾഡൊക്കെ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ പലപ്പോഴും എയർബോൺ ഇൻഫെക്ഷൻസ് ആണ്. രണ്ടാമത് ബ്ലഡ് ബോൺ ബ്ലഡിലൂടെ പകരുന്നത്. അതായത് നമ്മൾ ഒരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ ലൈംഗിക ബന്ധത്തിൽ വരുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ബ്ലഡ് ബോൺ ഇൻഫെക്ഷൻസ്, പലപ്പോഴും വൈറൽ ഇൻഫെക്ഷൻസ്, HIV, അങ്ങനെ കുറേ ഇൻഫെക്ഷൻസ് ഉണ്ട്. പിന്നെയുള്ളത് ഇപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ പിന്നെ വരാറുണ്ട്. പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള കണ്ടേജിയസ് സ്പ്രെഡ്, അതായത് നമ്മൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് അനുബന്ധ സ്ട്രക്ചേഴ്സിലോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സ്പ്രെഡ്, അങ്ങനെ പല രീതിയിലൂടെ നമ്മുടെ ശരീരത്തിലോട്ട് പിന്നെ ഇൻഫെക്ഷൻസ് കടക്കാവുന്നതാണ്, രോഗാണുബാധ ഉണ്ടാക്കാവുന്നതാണ്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കോട്ടയത്ത് നിന്ന് ഇരാറ്റുപേട്ട സാബു ആയിരുന്നേ. ഡോക്ടറോട് ചോദിച്ചോളൂ. സാബു പറഞ്ഞോളൂ. സാറേ, എൻ്റെ ഈ കൈയുടെ ഓരത്തിനും കാലിന്റെ മുട്ടിനുമാണ് കുഴപ്പം. കാലിന്റെ മുട്ടിനും പിന്നെ കൈയുടെ എവിടെയാണ്? ഓരത്തിന്. ഓരം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്? ഈ ഷോൾഡറിന്റെ തൊട്ട് താഴെ. ഷോൾഡർ കൂട്ടി. ഓക്കെ. വേദനയാണോ? വേദന. ഈ കാലിന്റെ മുട്ടി ചില ദിവസമൊക്കെ രാവിലെ ഇറക്കം ഇറങ്ങുമ്പോഴത്തേനും തന്നെ അങ്ങോട്ട് മടങ്ങി അങ്ങോട്ട് വീഴുക. നീർക്കെട്ട് വരാറുണ്ടോ? നീർക്കെട്ടും ഉണ്ട്. ചിലപ്പോ കാലിന് ഭയങ്കര നീരായിരിക്കും മുട്ടിന്. ഓക്കെ. എന്തെങ്കിലും ചെയ്യുമ്പോഴാണോ നീർക്കെട്ട് പിന്നെ വേദന കൂടാറ്? എന്തോ? എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴാണോ നീർക്കെട്ട് പിന്നെ വേദന കൂടാറ്? അല്ല, ഞാൻ മേസ്ത്രിപ്പണിക്കാരനാ. ഓക്കെ. റെസ്റ്റ് എടുക്കുമ്പോൾ കുറയോ? ഇല്ല, ഞാൻ ഒരു കുഴമ്പൊക്കെ തേച്ചൊക്കെ 2 ദിവസമൊക്കെ. ആരെങ്കിലും കണ്ടിരുന്നോ? ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്തിരുന്നോ? ഇല്ല, ആരെയും കണ്ടില്ല. ഓക്കെ. ചിലപ്പോൾ നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഈ മേസ്തിരിയാണോ? മടക്കി കുത്തിയൊക്കെ ഇരിക്കാറുണ്ടോ കാലൊക്കെ? ഓക്കെ. മിക്കവാറും നിങ്ങളെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കുപേഷൻ റിലേറ്റഡ് മസ്കുലോസ്കെലറ്റൽ ഡിസോർഡർ എന്ന വിഭാഗത്തിൽ പെടുത്താവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഒന്ന് ഒരു ഡോക്ടറെ കാണിച്ചിട്ട് പറ്റുമെങ്കിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റോ എക്സ്റേ ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു രക്തവാതം മാതിരി എനിക്ക് ലക്ഷണങ്ങളൊന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും ചെറുതായിട്ടുള്ള വേദന സംഹാരികൾ കുറച്ച് ദിവസത്തിന് കഴിച്ചാൽ മാറാവുന്നത് ഉണ്ടോ എന്ന് തോന്നുന്നു. ഓക്കെ. അതുപോലെ ഈ മുട്ടിന്റെ അടിയിലോട്ടൊരു ഭയങ്കര കട്ടുകഴപ്പായിരുന്നു. ചില ദിവസം എനിക്ക് ഏക്കാൻ പോയി പറ്റും. കഴിഞ്ഞ വർഷമൊക്കെ ഒരു മാസം ഉച്ചം കാല് വലിച്ചു വെച്ചാണ് നടന്നത്. ഓക്കെ. എന്തായാലും ഒരു പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് എന്തെങ്കിലും രീതിയിലുള്ള വാദങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വേദന അനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ സുനിത, ബോംബെയിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സുനിത ചോദിക്കൂ. സാറേ, ഞാൻ ചോദിക്കാൻ വിളിച്ചത് എനിക്ക് വാതരോഗമാണെന്നാണ് പറയണത്. അത് ടെസ്റ്റ് നേരത്തെ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ നമ്മുടെ വാതരോഗത്തിന്റെ അത് നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. ഡോക്ടറാണോ വാദം എന്ന് പറഞ്ഞത്? ടെസ്റ്റുകളൊക്കെ നടത്തിയതിനു ശേഷം ഞാൻ രക്തവാദം എന്ന് പറഞ്ഞത് ആയുർവേദ ഡോക്ടറാണ്. പക്ഷെ പുള്ളി നമ്മളൊന്നും ടെസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കി നമ്മൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഞാനൊരു 6 മാസം മരുന്ന് കഴിച്ചു. ഇപ്പം ഇടയ്ക്ക് പിന്നെ എനിക്ക് വീണ്ടും പല അസ്വസ്ഥതകളും കാരണം കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോയി. കുറച്ച് ദിവസം കഴിക്കും, വീണ്ടും അത് നിർത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ. ഇപ്പോഴും ഞാൻ പറയാൻ വിളിച്ചത്, ഇപ്പോഴും ഭയങ്കര പെയിനാണ്.
എവിടെയൊക്കെയാണ് പെയിൻ വരുന്നത്? പെയിൻ ഫുൾ ബോഡി പെയിൻ ഉണ്ട്. ജോയിന്റുകളിലൊക്കെ വേദന, നീർക്കെട്ടൊക്കെ വരാറുണ്ടോ? ഉണ്ട്. ഓക്കെ. ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടോ? ഇല്ല, അത് അതിന് മുന്നേ വരെയൊന്നും കണ്ടില്ല. ഇപ്പൊ ഒരു വർഷം കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. ഈ മരുന്ന്, ആയുർവേദ മരുന്ന് രാവിലെ ഒക്കെ നീറ്റ് കഴിഞ്ഞാൽ ജോയിന്റ്സിലെല്ലാം മുറുക്കം വരാറുണ്ടോ? സ്റ്റിഫ്നെസ് കൂടുതലാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എഴുന്നേക്കാൻ. ഓക്കെ. സുനിതയുടെ രോഗലക്ഷണങ്ങൾ നോക്കുമ്പോൾ വാതാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു റുമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് കുറച്ച് വാദം റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. അത് ശരിക്കും കറക്റ്റ് ആയിട്ട് നമ്മുടെ അലോപ്പതിയിലാണോ അതിന്റെ ടെസ്റ്റിംഗ് ഉള്ളത്, അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത് എവിടെയാണോ എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട് ആരെ കാണിക്കണം, എന്ത് ചെയ്യണം, ശരിയായിട്ടുള്ള ഒരു ഡോക്ടറെ കാണിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇത്രയും. ഇപ്പം ഞാനൊരു അലോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് അലോപ്പതി ഡോക്ടറെ കാണാനാണ് ഞാൻ പറയാറ്. അല്ല, സാറ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഉപകാരവും. അത് ഇപ്പൊ വാദം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി പലപ്പോഴും പിന്നെ റുമറ്റോളജിയിലാണ് വരാറ്. ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം. അപ്പം ഒരു റുമറ്റോളജിസ്റ്റ് കാണാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു കാര്യം കൂടെ സാർ അതിനിടെ കൂടെ പറയട്ടെ. എനിക്ക് ഒരു 2-2.5 വർഷം മുമ്പ് MRI സ്കാൻ എടുത്തപ്പം എന്റെ C5 നമ്മുടെ സ്പൈനൽ കോഡ് C5 6 കുറച്ച് പുറത്തോട്ട് അതിന്റെ എന്താ പറയാ, അത് അതിന്റെ പ്രശ്നമുണ്ട് എനിക്ക് സർവൈക്കലിന്റെ. അതുകൊണ്ട് വലത് ഭാഗത്ത് എപ്പോഴും കഴുത്തിന് ചെറിയ തണുപ്പ് തട്ടിയാലും കാറ്റടിച്ചാലും എല്ലാം പെയിന് കൂടി അത് പിന്നെ കയ്യിലേക്ക് വന്ന് വലത് വിരലിലാണ് ഏറ്റവും കൂടുതൽ അത് ഫീൽ ചെയ്യുന്നത്. വിരലിന്റെ ഇപ്പൊ എല്ലിനെല്ലാം വേദനയാണ് സാറേ. കാരണം വിരലെല്ലാം മടങ്ങും. ഇപ്പൊ എനിക്ക് കാലിന്റെ പുറം ഭാഗമെല്ലാം വേദനിച്ചിട്ട് നടക്കാനല്ല എന്തോ ഭയങ്കര വേദന. അടിയും വേദന, വിരലെല്ലാം വേദന, കാലിന് അടിവേദന, കൈയിന് വേദന, വെള്ളത്തിൽ തൊടാൻ വയ്യ. അപ്പൊ ജോലിയുണ്ട്, നമുക്ക് ചെയ്യാതിരിക്കാനും. സുനിതയുടെ ലക്ഷണങ്ങൾ ഒരു വാദം പോലെ തന്നെ ഉണ്ട്. ബട്ട് യു നീഡ് ഫർദർ ഇവാലുവേഷൻ. അതായത് ബ്ലഡ് ടെസ്റ്റുകളായിട്ടും പറ്റുമെങ്കിൽ വേണമെങ്കിൽ MRI എടുക്കണോ വേണ്ടെന്നുള്ളത് ഡോക്ടർ എക്സാമിൻ ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും റുമറ്റോളജിസ്റ്റിനെ കാണുന്നത് വളരെ നന്നായിരിക്കും. കാരണം രക്തവാദങ്ങളുണ്ടോ, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന വാദം ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്. വേദനയുടെ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നതല്ല വാദത്തിന്റെ ട്രീറ്റ്മെന്റ്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ശിവൻകുട്ടിയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കോ ശിവൻകുട്ടി. സാറേ, എന്റെ ഈ കൈയുടെ ജോയിന്റ്, കൈയുടെ മുട്ടിന്റെ ജോയിന്റ്, കാലിന്റെ ചിരട്ടയുടെ ആ ഭാഗം, കാലിന്റെ ഉപ്പൂത്തിയൊക്കെ ഭയങ്കര വേദനയാണ്. ഓക്കെ. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് എനിക്ക് കാലിന്റെ മുട്ടുവേദന തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമാവും. അപ്പൊ ഇപ്പൊ ഞാനത് ചികിത്സ നടത്തിയില്ല. ഇപ്പൊ ഒരു കക്ഷി പറഞ്ഞത് സന്ധിവാദത്തിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു. നീർക്കെട്ടൊക്കെ വരാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ജോയിന്റിൽ നീർക്കെട്ട്, വീക്കം, മുറുക്കം? ഇല്ല സാറേ, ഇത് ഈ വേദനയാണ്. എനിക്ക് നീർക്കെട്ടായിട്ടൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ആരെങ്കിലും കാണിച്ചിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളോ എക്സ്റേയോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടായിരുന്നോ? ഒന്നും ചെയ്തില്ല. ഇതിനു വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. എനിക്ക് തോണില് ഒരിക്കൽ ഒരു ഭയങ്കരമായ വേദന അനുഭവപ്പെട്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്ലിനിക്കിലൊക്കെ പോയി ഇത്തിരി പൈസയൊക്കെ ചിലവായി. അതൊരു വേദന സൗകാര്യമൊക്കെ കുത്തിവെച്ച് തിന്നാതെ എനിക്ക് മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടായി, എന്റെ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിലും എനിക്കിപ്പം കൈയുടെ വിരലുകളൊക്കെ മടക്കുമ്പോൾ ഒരു ടൈറ്റ് പോലെ തോന്നും. ഓക്കെ. എത്ര നേരം ഉണ്ടാവും രാവിലെ എണീറ്റാൽ ആ മുറുക്കം ജോയിന്റിന്റെ, കൈയിന്റെ ജോയിന്റ്സിന്റെ? കുറച്ചു നേരം നടന്ന് കുറച്ചു നേരം ഒരു അരമണിക്കൂർ എടുക്കും. ഓക്കെ. ശിവൻകുട്ടിയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുമ്പം ഒരു രക്തവാദം, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കിയാലാണ് എന്ത് തരത്തിലുള്ള വാദമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഒരു റുമറ്റോളജിസ്റ്റ് അടുത്തുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റും വേണമെങ്കിൽ എക്സ്റേയും എടുക്കാവുന്നതാണ്. എന്നിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത് ടൈപ്പ് വാദമാണ്, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്നുള്ളത്. ഓക്കെ. ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഒരു രക്തവാദം ആവാനുള്ള സാധ്യതയുണ്ട്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടിയുണ്ട് ഡോക്ടർ. ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. സാർ, ഇപ്പോൾ പല തല വാദങ്ങളുണ്ട്. സന്ധിവാദം, ആമവാദം, ഇതിനൊക്കെയുള്ള കാരണങ്ങൾ ഒന്ന് തന്നെയാണോ? പല രീതിയിലുള്ള വാദങ്ങളുണ്ട്. അപ്പം ഫസ്റ്റ് മോസ്റ്റ് കോമൺ ആയിട്ട് വളരെ സാധാരണയായിട്ടുള്ളത് പിന്നെ ജോയിൻറ്റിൽ നീർക്കെട്ടോടു കൂടി വരുന്ന വാദങ്ങൾ, അതിനെയാണ് നമ്മൾ പലപ്പോഴും രക്തവാദം എന്ന് പറയാറുള്ളത്. അപ്പം അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജോയിൻറ്റിൽ നീർക്കെട്ട്, വീക്കം, പിടുത്തം, ടൈറ്റ്, സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാവും. രണ്ടാമതൊരു വിഭാഗം ഡീജനറേറ്റീവ് ആയിട്ടുള്ള ആർത്രൈറ്റിസ്. ഡീജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ സന്ധി തേയ്മാനം വന്നിട്ട് വരുന്ന വാദങ്ങൾ പലപ്പോഴും ഏജ് റിലേറ്റഡ് ആയിരിക്കാം.
അല്ലാതെ തന്നെയും ചെറിയ കുട്ടികളിലും വരാം, ചെറുപ്പക്കാരിലും വരാം. രക്തവാതം വന്ന് ജോയിൻറ്റ് വേഗം നശിച്ചു പോകുന്ന രീതിയിലുണ്ട് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്. പിന്നെയുള്ളത് ട്രോമാറ്റിക് ആർത്രൈറ്റിസ്, എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് ജോയിൻറ്റിൽ നീർക്കെട്ട് വരാം. പിന്നെയുള്ളത് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർത്രൈറ്റിസ്. മോസ്റ്റ് കോമൺ ഇസ് സെപ്റ്റിക് ആർത്രൈറ്റിസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ജോയിൻറ്റിൽ വന്നതിന് ശേഷം ഉണ്ടാകാവുന്ന ആർത്രൈറ്റിസ്. പിന്നെ അതിൽ തന്നെ TB ആണ് മോസ്റ്റ് കോമൺ. പിന്നെയുള്ളത് ചിക്കൻ ഗുനിയ, വൈറൽ ആർത്രൈറ്റിസ്. അതെല്ലാം ഇൻഫെക്ഷ്യസ് റിലേറ്റഡ്, അതായത് രോഗാണുബാധ അനുബന്ധമായിട്ട് വരാവുന്ന വാദങ്ങളാണ്. വൈറൽ ആർത്രൈറ്റിസ് മോസ്റ്റ് കോമൺ. നമ്മുടെ 2006, 2008 ആ ടൈമിൽ വി ഹാഡ് എപ്പിഡമിക് ഓഫ് ചിക്കൻ ഗുനിയ. അപ്പോൾ ആ ഒരു ടൈമിൽ ചിക്കൻ ഗുനിയ ആർത്രൈറ്റിസ് വാസ് സോ കോമൺ ആൻഡ് റാമ്പന്റ്. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളുണ്ട്. ഹലോ, കോൾ കട്ടായി. ഡോക്ടർ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു ചിക്കൻ ഗുനിയയെ തുടർന്ന് ഉണ്ടാകുന്ന വാദം. ചിക്കൻ ഗുനിയ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മഴ പെയ്തതിന് ശേഷം കുറേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചിക്കൻ ഗുനിയ വന്നതിന് ശേഷം അങ്ങനെ നീണ്ടു നിൽക്കുന്ന സന്ധികളിലെ വേദനയൊക്കെ വാദത്തിന് കൊണ്ടാണ്? ഇപ്പം ഇതിൻ്റെ ഒരു നാച്ചുറൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ, അതായത് സാധാരണയായിട്ട് ഇപ്പോൾ ഒരു ചിക്കൻ ഗുനിയ വൈറൽ ഇൻഫെക്ഷൻ നമ്മൾ ജലദോഷപ്പനി, മേലും കൈയും കടച്ചിൽ, വേദനയ്ക്ക് ആയിട്ടാണ് വരാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം പനി ഉണ്ടാവും. പനി വന്ന് കുറച്ച് ദിവസത്തിന് ശേഷം പനി അങ്ങ് മാറിപ്പോകും. പക്ഷേ ജോയിൻറ്റ് പെയിൻസ് പെർസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലങ്ങളോളം നിൽക്കുന്നതായിട്ട്. അപ്പം അതിൻ്റെ ഏറ്റവും കോമൺ സംഗതി എന്താ വെച്ചാൽ, പലരിലും ഒരു മെജോറിറ്റി, ഒരു 70-80% ആൾക്കാരിലും അത് വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അങ്ങ് മാറിപ്പോകും. ഇറ്റ്സ് എ സെൽഫ് ലിമിറ്റിംഗ്. പ്രത്യേകിച്ച് ഒരു കുറേ കാലങ്ങളോളം കഴിക്കേണ്ടതായിട്ടുള്ള മരുന്നുകളൊന്നും ആവശ്യമില്ല. കുറച്ച് കാലം പിന്നെ കുറച്ച് NSAIDs ഒക്കെ അതായത് വേദന സംഹാരികൾ കൊടുത്താൽ മതിയാവും. പക്ഷെ ചില ആൾക്കാരിൽ ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞതിന് ശേഷം വരാവുന്ന ജോയിൻറ്റ് പെയിൻസ് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും പിന്നെ ജെനറ്റിക് സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഈ രക്തവാദങ്ങൾ, സന്ധിവാദങ്ങൾ ആകുമ്പോൾ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, നീർക്കെട്ടോട് കൂടെ വരാവുന്ന വാദങ്ങൾ പലപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ റോൾ ജെനറ്റിക് ഇതിലാണുള്ളത്. ഇപ്പം ചില ജീൻസ് ഉള്ള ആൾക്കാരിൽ, ഇപ്പം ചിക്കൻ ഗുനിയ വരുന്ന എല്ലാവരിലും അത് കുറേ കാലം നീണ്ടു നിൽക്കുന്നത്, ചിലരിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചിലരിൽ എന്താണ് എന്ന് നോക്കുമ്പം പലപ്പോഴും ജനിതകമായിട്ടുള്ള ഒരു പ്രീഡിസ്പോസിഷൻ ഉണ്ടായിരിക്കാം. ഇപ്പം പലപ്പോഴും കുറേ ജീൻസ് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം വാദത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയപ്പെടാവുന്ന HLA-DR3, HLA-DR4, PTPN22 എന്നൊക്കെ പറഞ്ഞ് കുറേ ജീൻസ്, ഇപ്പം നമ്മൾ ജീനോം വൈഡ് അസോസിയേഷൻ സ്റ്റഡി 2008 തോന്നുന്നു, ഹോൾ ഹ്യൂമൻ ജീനോം ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന ജീൻസ് ഇന്ന സംഗതി അസുഖങ്ങൾ വരുത്തുന്നു എന്നുള്ള രീതിയിലുള്ള പലപ്പോഴും പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ ഇവരിൽ ഇങ്ങനെയുള്ള ജീൻസ് ഉണ്ടായിരിക്കാം. അവരിൽ ജെനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉള്ളത് കൊണ്ട് ഒരു എൻവയോൺമെൻറ്റൽ ട്രിഗർ പുറത്തുനിന്ന് വരുന്ന ഒരു വാദം തുടക്കം ആവുന്നു എന്നുള്ള രീതിയിലായിരിക്കും കണക്കാക്കപ്പെടുന്നത്. കോളുണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കാട്ടാക്കടയിലാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. എനിക്ക് കാല് മുട്ട് വേദന, ഭയങ്കര വേദന കൂടുതലാണ് എനിക്ക്. രണ്ട് കാലിനും ഉണ്ടോ, ഒരു കാലിനേ ഉള്ളൂ? രണ്ട് കാലിലും ഉണ്ട് മുട്ടിന് വേദന. ഇടയ്ക്കിടയ്ക്ക് നീർക്കെട്ടൊക്കെ വരാറുണ്ടോ ജോയിന്റിൽ? കപത്തിന്റെ ഇതൊക്കെ ഉണ്ട്. വേറെ ഏതെങ്കിലും ജോയിന്റിൽ ഉണ്ടോ മുട്ടല്ലാതെ? കൊളസ്ട്രോളൊക്കെ ഉണ്ട്, അല്ല വേറെ മുട്ടല്ലാതെ വേറെ ഏതെങ്കിലും ജോയിന്റുകളിലൊക്കെ വേദന, വീക്കം വരാറുണ്ടോ? ഉണ്ടായിരുന്നു, 6 മാസത്തിലായിരുന്നു. ESR കൂടിയെന്ന് പറഞ്ഞു. എത്ര വരെ വന്നു? 46 ഉണ്ട്. ഓക്കെ. വേറെ ജോയിന്റുകളിൽ വേദനയോ വീക്കമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഊരയ്ക്ക് വേദന കാര്യങ്ങളൊക്കെ ആയിട്ട്? കുറുനട് വേദന, മുട്ടുവേദനയൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ESR നോക്കുമ്പോൾ കൂടി നിൽക്കാറാണോ? ESR കൂടുതലാണ്. ഓക്കെ. അപ്പം പിന്നെ പേരെന്താണെന്ന് പറഞ്ഞത്? വിജയകുമാരി. വിജയകുമാരിയുടെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതായത് രക്തവാദമാവാനാണ് സാധ്യത. ഓക്കെ. അപ്പം അത് പല രീതിയിലുള്ള രക്തവാദങ്ങളുണ്ട്. അപ്പോൾ അതിന് ബ്ലഡ് ടെസ്റ്റുകൾ, ഫർദർ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. RA ഫാക്ടർ, ആൻറ്റി CCP അങ്ങനെയുള്ള ടെസ്റ്റുകൾ നോക്കണം. എക്സ്റേ എടുക്കേണ്ടി വരും.
എന്നിട്ട് ഏത് തരത്തിലുള്ള വാദമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് വാദത്തിന് മരുന്ന് തുടങ്ങണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്നത് ഒരു വാദത്തിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. കാലിന്റെ പുറകോടിന്റെ അടുത്ത് ഒരു അടിച്ച് വിണ്ട് കയറിയിട്ട് ഇങ്ങനെ വെള്ളം ഒലിക്കുക. വിണ്ട് കയറിയിട്ട് വെള്ളം ഒലിക്കുക? ഒരു തടിപ്പുണ്ടാവും കാലിന്റെ അടിയിൽ വിണ്ട് കയറിയിട്ട് വെള്ളം ഒലിക്കുന്നു അല്ലേ? അടിയിലല്ല, നമ്മളെ കല്ല് പുറോടിയില്ലേ, പുറോടിന്റെ മേലായിട്ട് വരും. ഓക്കെ, അത് ഡോക്ടറെ കാണിച്ചോ? ഡോക്ടറെ കാണിക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചു വരും. എന്തെങ്കിലും ഇൻഫെക്ഷനോ മറ്റോ ആവാനാണ് സാധ്യത. വിണ്ട് കയറിയിട്ട് പനിയൊക്കെ വരാറുണ്ടോ പേഷ്യൻസിന്, രോഗിക്ക്? അങ്ങനൊന്നുമില്ല, ഇത് ഇടക്കിടക്ക് വന്നോണ്ട് പോകും. ഓക്കെ, അത് ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഒരു വാദമാണെന്ന് തോന്നുന്നില്ല. ഓക്കെ, എന്തെങ്കിലും തൊലിപ്പുറത്തുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനോ മറ്റോ ആണോ എന്ന് നോക്കൂ. ഇപ്പോൾ ഈ സെല്ലുലൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ട് തൊലിയുടെ ഭാഗത്തായിട്ട് വരുന്ന. അത് ഡോക്ടറെ നേരിട്ട് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതെ. അപ്പം ഒരു ഫിസിഷ്യനെ കണ്ടാൽ മതിയാവും. ആദ്യം ഒന്ന് കാണിച്ചിട്ട് ഇൻഫെക്ഷൻ ആണോ എന്നുള്ള കാര്യം ഒന്ന് ചോദിക്കൂ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ചിക്കൻ ഗുനിയ വന്നിട്ടുള്ള പേഷ്യൻസിന് പിന്നീട് അത് വാദം ആവാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, വാദമാവാതിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ആവാതിരിക്കാൻ ഒന്നും ചെയ്യാനില്ല. കാരണം ഞാൻ മുന്നേ പറഞ്ഞ മാതിരി അതിൻ്റെ ആരാണ് ഇതിലോട്ട് വരാവുന്നത് എന്നുള്ളത് ജെനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആണ്. അപ്പം നമുക്ക് ജീൻസിൽ ജീൻ തെറാപ്പി ഒന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, പേഴ്സണലൈസ്ഡ് മെഡിസിൻ. അപ്പം ഇങ്ങനെ ചില ജീൻസ് ഉള്ള ആൾക്കാരിൽ ചിലപ്പോൾ പതുക്കെ വാദമായിട്ട് മാറുന്നേ ചെയ്യും. അപ്പം അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എർലി ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഇപ്പം വളരെ തുടക്കത്തിൽ തന്നെ ഇപ്പം നമ്മൾ പലപ്പോഴും ഒരു 3 മാസം ഒക്കെയാണ് ഒരു കട്ട് ഓഫ് വെക്കാറ്. പലപ്പോഴും ഒരു സെൽഫ് ലിമിറ്റിംഗ് ആയി പോകാൻ സാധ്യതയുള്ള വാദങ്ങൾ പലപ്പോഴും ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങ് സെറ്റിൽ ചെയ്ത് പൊക്കോളും. 3 മാസത്തിന് മുകളിലിട്ട് ഒക്കെ നീണ്ടു നിൽക്കുന്ന പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കുലർ സിംറ്റംസ്, ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് എല്ലാം വാദം എന്നുള്ള രീതിയിൽ തന്നെ കണക്കാക്കി ട്രീറ്റ്മെൻറ്റ് ആദ്യം തന്നെ തുടങ്ങിയാൽ ജോയിൻറ്റുകളെ നമുക്ക് രക്ഷിച്ചെടുക്കാം. അല്ലെങ്കിൽ ജോയിൻറ്റ് വേഗം തേയ്മാനം സംഭവിക്കും. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കേണ്ടായി ട്യൂബർക്ലോസിസ് ആർത്തറൈറ്റിസ് എന്നുള്ളത്. ഇതെന്ത് അസുഖമാണ്? ഇതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഓക്കെ, ഇപ്പം ട്യൂബർക്ലോസിസ് ഒരു ബാക്ടീരിയയാണ്. അപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ എടുക്കുമ്പോൾ ഏറ്റവും സാധാരണയായിട്ട് ജോയിൻറ്റുകളെ ബാധിക്കാവുന്ന ഇന്ത്യയിൽ ട്യൂബർക്കുലസ് സെപ്റ്റിക് ആർത്തറൈറ്റിസ് ആണ്. അപ്പം ഇത് പലപ്പോഴും ഒരു ജോയിൻ്റാണ്, ഒറ്റ ഒരു ജോയിൻറ്റ് മാത്രമായിട്ട് ബാധിക്കാവുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. പലപ്പോഴും ലോവർ ലിം ജോയിൻറ്റ്സ്, അതായത് കാലിൻ്റെ മുട്ട്, കാലിൻ്റെ ആങ്കിൾസിൽ, പിന്നെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് സ്പൈനൽ TB ഒക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. പിന്നെ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. പലപ്പോഴും പെട്ടെന്ന് ജോയിൻറ്റിൽ നീർക്കെട്ട് വന്ന് വേദനിച്ച് അങ്ങനെ ഉണ്ടാവില്ല. പലപ്പോഴും ചെറുതായിട്ട് ഒരു വേദന, കാര്യങ്ങൾ, നീർക്കെട്ട്, അതിങ്ങനെ കുറച്ച് കാലം നീണ്ടു നിൽക്കുക, ഒരു 6 ആഴ്ചയിൽ കൂടുതലൊക്കെ നീണ്ടു നിൽക്കുന്ന അതായിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ, നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഫസ്റ്റ് പോസിബിലിറ്റി ആയിട്ട് എടുക്കേണ്ടത് ഒരു TB ആർത്രൈറ്റിസ് ആയിട്ടായിരിക്കണം. അപ്പം അതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാറ്, നീർക്കെട്ടുണ്ടെങ്കിൽ ഒരു സൂചി ഇട്ടിട്ട് നീര് വലിച്ചെടുത്തിട്ട്, അതായത് സിനോവിയൽ ഫ്ലൂയിഡ്, ജോയിൻറ്റിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡിനെയാണ് സിനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമിനേഷൻ, സിനോവിയൽ ഫ്ലൂയിഡ് അനാലിസിസ് എന്ന് പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് TBയുടെ ആർത്രൈറ്റിസ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പം അതിൽ നമ്മൾ നോക്കിയാൽ AFP സ്മിയറൊക്കെ ചെയ്യും. എന്നിട്ട് TBയുടെ അണുക്കളുണ്ടോയെന്ന് നോക്കും. അപ്പം ഒരു മോണോ ആർത്രൈറ്റിസ് ആയിട്ട് വരുന്ന എപ്പോഴും എല്ലാ ജോയിൻറ്റുകളെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തിനും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഇസ് സിനോവിയൽ ഫ്ലൂയിഡ് അനാലിസിസ്. അതായത് ജോയിൻറ്റിൻ്റെ നീര് ഒരു സൂചി എടുത്ത്
കുത്തിയെടുത്തിട്ട് പരിശോധനയ്ക്ക് അയക്കലാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ട്യൂബർക്ലോസ് അല്ലെങ്കിൽ ക്ഷയം ഉണ്ടായ രോഗികളിലാണ് ഇത് കൂടുതലായിട്ടുണ്ടാകും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഒരു ടി ബി ആർത്രൈറ്റിസ് ആയിട്ട് ഒരു ഇതിൽ തന്നെ വരാം. ഒരു ടി ബി ഉള്ളവരിൽ മാത്രം പിന്നെ ടി ബിയുടെ ആർത്രൈറ്റിസ് വരിക എന്നുള്ളതില്ല, അല്ലാതെയും വരാം. പിന്നെ ഒരു പേഷ്യൻറ്റിന് മുന്നത്തെ ഒരു ടി ബിയുടെ ഹിസ്റ്ററി ഒന്നുമില്ല എങ്കിൽ പോലും ഒരു ജോയിൻ്റ് ആയിരിക്കാം ചിലപ്പം ആദ്യമായിട്ട് തന്നെ ടി ബിയുടെ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത്. ഈ വൈറൽ ഇൻഫെക്ഷൻ ആർത്രൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു, ഇതിനെക്കുറിച്ച് വിശദീകരിക്കും. ഇപ്പം വൈറൽ പല കോടാനിക്കോടി കണക്കിൽ വൈറൽ ഇൻഫെക്ഷൻസ്, വൈറൽ സ്പീഷീസ് ഉണ്ട്, വൈറൽ ഇൻഫെക്ഷൻസും വരാറുണ്ട്. അപ്പോൾ അതിൽ ചില വൈറസുകൾ പലപ്പോഴും ജോയിൻറ്റുകളെ പ്രത്യേകമായിട്ട് ആർത്രൈറ്റിസ് ആയിട്ട് ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള വൈറസസ് ഉണ്ട്. മോസ്റ്റ് കോമൺ ഇന്ത്യയിൽ മോസ്റ്റ് കോമൺ ആയിട്ട് എടുക്കാവുന്നത് പിന്നെ ചിക്കൻ ഗുനിയാണ് ഇപ്പം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV, പാർവോ വൈറസ്, എപ്സ്റ്റൈൻ ബാർ വൈറസ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വൈറസുകൾ ജോയിൻ്റ് ആർത്രൈറ്റിസ് ആയിട്ട് വരാറുണ്ട്. പലപ്പോഴും പനി, ജലദോഷം, തൊണ്ടവേദന, മേലും കൈയും കടച്ചിൽ വേദന, അതിൻ്റെ കൂടെ ജോയിൻ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. ഇത് ഞാൻ മുന്നേ പറഞ്ഞ മാതിരി സെൽഫ് ലിമിറ്റിംഗ് ആയിരിക്കും പലപ്പോഴും. പ്രത്യേകിച്ച് ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. ഒരു കുറച്ച് ആഴ്ചകൾ കൊണ്ട് അങ്ങ് മാറിപ്പോക്കോളും. പക്ഷേ ചിലരിൽ ദീർഘകാലം നീണ്ടു നിൽക്കാവുന്ന വാദമായിട്ട് മാറാറുണ്ട്. പലപ്പോഴും ചില ടൈപ്പ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിട്ട് മാറിയിട്ട് ഉണ്ട്. ചിലതൊക്കെ SLEയുടെ ഭാഗമായിട്ട് പലപ്പോഴും എപ്സ്റ്റൈൻ ബാർ വൈറസ് കണക്കാക്കുന്നുണ്ട്. ബട്ട് സ്റ്റഡീസ് ഒന്നും വളരെ സ്ട്രോങ് എവിഡൻസ് ഇല്ല. ബട്ട് ദർ ഇസ് റിപ്പോർട്ട്സ് ദാറ്റ് ചില വൈറൽ ഇൻഫെക്ഷൻസ് ശരിക്കും ഉള്ള വാതരോഗമായിട്ട് തന്നെ മാറി വരാറുണ്ട്. ഇപ്പോൾ ഈ സന്ധിവാതം അല്ലെങ്കിൽ പ്രായമായവരിൽ തേയ്മാനം മൂലം മാറ്റി വെച്ചിട്ടുള്ള ജോയിൻറ്റ്സ്, ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ്സ് വെക്കുന്നു, ഇതിൽ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇത് ഇപ്പം പിന്നെ ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഇൻഫെക്ഷൻ വരാവുന്നതാണ്. ബട്ട് ഇറ്റ്സ് വെരി റെയർ. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഓപ്പറേഷൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ബട്ട് എ പോസിബിലിറ്റി ഈസ് ദർ. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. കാരണം ആ ജോയിൻറ്റ് പിന്നെ വയബിൾ ആയിരിക്കില്ല പലപ്പോഴും. ദീർഘകാലം ആൻറ്റിബയോട്ടിക്സ് എടുക്കണം. പിന്നെ എന്നാൽ പോലും ഒരു നോർമലായിട്ട് ഒരാൾ മാറ്റി വെച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോകുന്ന ഒരാളായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ചിലപ്പോൾ അത് റിവിഷൻ ആർത്രോപ്ലാസ്റ്റി വേണ്ടി വന്നേക്കാം. ബട്ട് ഇറ്റ്സ് വെരി റെയർ. അങ്ങനെ വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമേ അല്ല. അത് വളരെ റെയർ ആയിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ, ഒരു റീപ്ലേസ്മെൻറ്റ് ചെയ്ത ജോയിൻറ്റ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. ബട്ട് ഇറ്റ് ഈസ് ദെയർ. ഈ വാതരോഗം സ്ഥിരീകരിക്കാൻ ASO ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ASO ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണത്. പലപ്പോഴും ഇപ്പം നമ്മളൊക്കെ OPയിൽ ഇരിക്കുമ്പം പലപ്പോഴും റെഫറലായിട്ട് പലരും വരാറുണ്ട്. മിക്കപ്പോഴും കുട്ടികളായിരിക്കും വരാറ്. ASO കൂടിയ ഇവിടെ വാദമാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ. അപ്പം അത് അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാവുന്നതാണ്. ASO എന്ന് പറയുമ്പം ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ O എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. പലപ്പോഴും തൊണ്ടവേദനയൊക്കെ ആയിട്ടാണ് വരാറ്. പനി, തൊണ്ടവേദന ഒക്കെ ആയിട്ട് വരും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരിൽ എടുക്കുന്ന ഒരു ടെസ്റ്റാണ് ASO. ASO എന്ന് പറഞ്ഞാൽ ഉടനെ ASO കൊണ്ട് അർത്ഥാക്കുന്നത് ഈ വളരെ ഒരു അടുത്ത കാലത്തായിട്ട് ആ പേഷ്യൻറ്റിൽ ഗ്രൂപ്പ് A സ്ട്രെപ്റ്റോകോക്കസ് അല്ലെങ്കിൽ ഇനി സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ASO എലിവേറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അർത്ഥാക്കുന്നുള്ളൂ. ASO കൂടി എല്ലാവരിലും വാദമില്ല. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം കുട്ടികളിൽ പലപ്പോഴും വാദപ്പനി, അക്യൂട്ട് റൊമാറ്റിക് ഫീവർ അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് അങ്ങനെയുള്ള ഒരു വാദങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് പലപ്പോഴും. അൺലൈക്ക് അഡൽട്സിൽ നേരെ തിരിച്ചാണ്. നമുക്ക് തൊണ്ടവേദന വരുന്നതിൻ്റെ മോസ്റ്റ് കോമൺ കോസ് വൈറസാണ്. അപ്പോൾ കുട്ടികളിൽ ഈ വാദപ്പനിയൊക്കെ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളാണ് ഈ സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഇതിൽ ചില ആൾക്കാരിൽ ഇൻഫെക്ഷൻ വന്ന് ഒരു കുറച്ച് ദിവസത്തിന് ശേഷം ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയൊക്കെ ഉള്ളിൽ ചിലപ്പം ജോയിൻറ്റിൽ വേദന, നീർക്കെട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ്. അത് വാദപ്പനി ആയിട്ടും വരാം, അക്യൂട്ട് റൊമാറ്റിക് ഫീവർ ആയിട്ട് വരാം. അത് പലപ്പോഴും ചിലപ്പം ഹാർട്ടിനെയൊക്കെ ബാധിക്കാം. അപ്പോൾ ഇതാണ് പലപ്പോഴും എല്ലാവരുടെയും പേടി. കാരണം ASO കൂടി ഉടനെ വാദം വന്നു, പിന്നെ ഹാർട്ടിനെ ബാധിക്കുന്നു, അങ്ങനെ ഒരു രീതിയില്ല. അപ്പോൾ ASO കൂടിയ ഒരാളിൽ എപ്പോഴും വാദം ഇല്ല എന്നുള്ള ഒരു
ഒരു രീതിയാണുള്ളത്. പക്ഷേ പിന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള സിംറ്റംസ്, അതായത് ജോയിൻറ്റിൽ ഇപ്പം കുറച്ച് ദിവസം മുന്നേ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നു, അതിനുശേഷം പിന്നെ വേദനകൾ, ജോയിൻറ്റ് വേദന, പനി അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ നോക്കുമ്പോൾ ESR കൂടി, CRP കൂടി, അങ്ങനെ ASO കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു കോറിലേഷൻ വേണം എപ്പോഴും. അല്ലാതെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ASO കൂടി നിന്ന് കഴിഞ്ഞാൽ അതിന് നമുക്ക് എവിടെയെങ്കിലും ഒരു കൈയും കാലും കടച്ചിൽ വേദന ഉണ്ടെങ്കിൽ അത് ഉടനെ ഒരു വാദം എന്നുള്ള രീതിയിൽ കണക്കാക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ഹാർട്ടിനെ ഒന്നും ബാധിക്കുക എന്നുള്ള രീതിയിലില്ല. അത് ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ കൂടെ എടുക്കണം. ഇത് ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ്, അതായത് ഇതിൻ്റേതായിട്ടുള്ള സജസ്റ്റീവ് സിംറ്റംസ് ഈ പേഷ്യൻസിലുണ്ട്, അതിൻ്റെ കൂടെ ASO കൂടിയിട്ടുണ്ട്, ഒരു കുറച്ച് ദിവസം മുന്നേ പിന്നെ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നതായിട്ടുള്ള, അതായത് സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നതായിട്ടുള്ള തെളിയിച്ചു. അങ്ങനെ ഒരു സെറ്റപ്പിൽ മാത്രമേ നമ്മൾ ഇതൊരു വാദം എന്നുള്ള രീതിയിൽ കണക്കാക്കേണ്ടതുള്ളൂ. അല്ലാതെ ASO കൂടി എല്ലാവരിലും വേഗം ഒരു വാദം എന്നുള്ളൊരു രീതിയിൽ മരുന്നോ കാര്യങ്ങളോ തുടങ്ങേണ്ട കാര്യമില്ല. കാരണം ഒരിക്കലും അത് പിന്നെ ASO കൂടുന്നത് തന്നെ 4-5 ആഴ്ചയിലാണ് ഏറ്റവും പീക്ക് ലെവലിൽ വരുന്നത്. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു, ഒരു 4-5 ആഴ്ച വരെ അത് കൂടി വരും. ഇൻഫെക്ഷൻ മാറിപ്പോയി പേഷ്യൻ്റ് പനിയൊന്നുമില്ല, പിന്നെ അതൊരു വീണ്ടും ഒരു 2-3 ആഴ്ച 4 ആഴ്ച എടുത്ത് അത് തിരിച്ച് നോർമലിലോട്ട് വരാൻ. അപ്പം ഇൻ ഇഫക്റ്റ് ഒരാൾക്ക് 2 മാസം മുന്നേ ഒരു തൊണ്ടവേദന വന്നെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2-2.5 മാസത്തോളം എടുക്കും ആ ASO ടൈറ്റർ തിരിച്ച് നോർമലിലോട്ട് വരാൻ. അപ്പം അങ്ങനെ ഒരു രീതിയാണുള്ളത്. സമയോടെ പൂർത്തിയാക്കാൻ ഡോക്ടർ, ഈ രോഗാണുബാധയും വാദരോഗങ്ങളെയും കുറിച്ച് വിശദീകരിച്ച് തന്നതിന് നന്ദി. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഏഷ്യാനെറ്റിന് നന്ദി രേഖപ്പെടുത്തുന്നു.